പടിഞ്ഞാറിന്റെ സംസ്കാരം വ്യാപകമായപ്പോ നാഗരിക സംസ്കാരം എന്ന് പ്രശസ്തിക്ക് വേണ്ടിയോ മദ്ഹായിട്ടോ നമ്മൾ വിളിക്കുന്ന തരത്തിലുള്ള അതിങ്ങ് കടന്നു വന്നപ്പോ നന്മയുടെ എല്ലാ അംശങ്ങളും പോയി തിന്മയും ചെലവുകളും ധൂർത്തുകളും തന്നെ വ്യാപകമായി. ആവശ്യമില്ലെന്നല്ലേ പറയുന്നതിനർത്ഥം, ഹറാമാണെന്നുമല്ല. പക്ഷേ ആകെ മൊത്തം പരതിയാൽ നമുക്ക് ദുന്യാവിന്റെ വിവരം കൂടെ കിട്ടുകയാണ്. ആകെ ഒരു ശവം, തരം മറിഞ്ഞ ഒരു ശവം. നബി അങ്ങനെയും പഠിപ്പിച്ചിട്ടുണ്ട്. ശവമാണ്. ഈ ദുനിയാവിനെ തേടുന്ന മനുഷ്യന്മാർ പട്ടികളാണ്, ശവം തിന്നുന്ന പട്ടികൾ. മുത്തു മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രയോഗമാണ്. ഇമാമുന ശാഫിഈ തങ്ങൾ അത് തന്റെ കവിതയിലൂടെ പറഞ്ഞു. വമഹിയ ഇല്ലാ ജീഫത്തും മുസ്തഹീലത്തുൻ അലൈഹാ കിലാബുൻ ഹമ്മുഹുന്ന ജിതിദാബുഹാ. ദുന്യാവിനെ അന്വേഷിക്കുന്ന മനുഷ്യ, ഇഹലോകത്ത് മാത്രം ജീവിക്കുന്ന മനുഷ്യ, അതിനെ മാത്രം ലക്ഷ്യമാക്കുന്ന മനുഷ്യ, ആ ഇഹലോകം തരം മറിഞ്ഞ് നശിച്ചു പോയിട്ടുള്ള പലതായി മാറിയിട്ടുള്ള ഒരു ശവമാണ്. പുഴുത്തു, നാറ്റം വന്നു, അത്തരം ഒരു ശവം. ആ ശവത്തിന്റെ അരികിൽ പട്ടികളാണ് കിടക്കുന്നത്. അവ അന്വേഷിക്കുന്നത് ഇത് കടിച്ചു വലിക്കാനാണ്. പരസ്പരം കടിച്ചു വലിച്ചിട്ട് മത്സരിക്കും ഇത് കടിച്ചു വലിക്കാൻ. അത് വേണ്ടെന്ന് വെച്ചുകൊണ്ട് നീ അതിനെ വെടിഞ്ഞാൽ നിനക്ക് എല്ലാവരുടെയും പ്രീതി നേടാം, എല്ലാവർക്കും നീ വേണ്ടപ്പെട്ടവനാകും. നിനക്ക് ദുന്യാവ് വേണ്ടാതാകണം. അയാൾ വന്നാ വല്ല മുടക്കൊന്നുമില്ല, അയാളൊന്നും കൊടുക്കേണ്ടി വരിക. കൊടുക്കേണ്ട ഒരാളും കൊടുക്കണ്ടാത്ത ഒരാളും നമ്മുടെ മുമ്പ് വരുമ്പോ നമ്മുടെ മനസ്സിൽ കടന്നു നോക്കിയാൽ മതി. ഒന്നും കൊടുക്കണ്ടാത്ത ഒരാൾ കുറച്ചേരം പറഞ്ഞിട്ട് സുഖല്ലേ മറ്റേല്ലേ എന്നറിഞ്ഞ് വിടേണ്ട ആളാണെങ്കിൽ നല്ല സന്തോഷിക്കാരം. അയാൾ വരുമ്പം തന്നെ സംസാരമൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം എന്തെങ്കിലും ഒന്ന് കിട്ടാൻ അയാൾ വരുന്നെന്ന് കണ്ടാൽ വരുമ്പോത്തിന് തുടച്ചു അല്ലേ? ഇതാണ് മഹാൻ പറയുന്നത്. നിനക്കത് വേണ്ടെന്ന് വെച്ചാൽ അതിന്റെ ആളുകൾക്ക് നിന്റെ ഇഷ്ടമാണ്, എല്ലാവർക്കും നീ സ്വീകാര്യനാണ്, എല്ലാവരും നിന്നെ സ്വാഗതം ചെയ്യും. നിനക്കും അത് കടിച്ചു വലിക്കണമെന്നുണ്ടോ? ഈ ശവം, ദുന്യാവിന്റെ ശവത്തിൽ നീയും കടിച്ചു വലിക്കാൻ അവരോടൊപ്പം കൂടിയാൽ അതിന്റെ അരികിൽ തിന്നുകൊണ്ടിരിക്കുന്ന പട്ടികൾ നിന്നോട് മത്സരിക്കും, എന്നെ കടിക്കും, നീയുമായി മത്സരിക്കും. അതാരാണെങ്കിലും ശരി മത്സരിക്കും. ബാപ്പാന്റെ ദുന്യാവ് മക്കൾ ബാപ്പാക്ക് നഷ്ടം വരുത്തുന്ന വിധം തിന്നാൽ ബാപ്പ മത്സരിക്കും. ഭാര്യയും ഭർത്താവുമാണ്. പക്ഷേ ഒരാൾക്ക് നഷ്ടപ്പെടുത്തുന്ന വിധം അപരൻ പെരുമാറിയാൽ മറ്റേയാൾ മത്സരിക്കും, കടിച്ചു പിടിക്കും. ഇതാ ദുന്യാവ്. ഇതിലെ വിലപ്പെട്ട ചരക്ക് മനുഷ്യനാണ്. ഏറ്റവും മുന്തിയ ചരക്ക്, ഏറ്റവും മുന്തിയ ചരക്ക് ഈ ദുന്യാവിന്റെ എല്ലാം നോക്കിയാൽ മനുഷ്യൻ. അതിനോളം വിലയുള്ളതൊന്നുമില്ലല്ലോ. ആ മനുഷ്യന്റെ കഥയോ, മനുഷ്യന്റെ കഥ വിവരിച്ചാൽ എങ്ങനെ ഉണ്ടാവും? മനുഷ്യനെ തിരിഞ്ഞാ ചിന്തയുള്ള മനുഷ്യനാ. അതുകൊണ്ട് ചിന്ത കൊണ്ടുവരുന്ന തരത്തിലുള്ള പാര, നല്ല പാര, ഒരാൾക്ക് പാര എന്നും. ഇതല്ല ദുന്യാവിലെ ഏറ്റവും വിലപ്പെട്ട ജീവിയുടെ അവസ്ഥ. ബുദ്ധിജീവികളും ചിന്തകന്മാരും മനുഷ്യനെ വിലയിരുത്തിയപ്പോ മനസ്സിലാക്കിയതിതാ. സ്വഹാബിവര്യനായ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു, മുആവിയ റളിയല്ലാഹു അൻഹു ഖലീഫയായ കാലത്ത് അദ്ദേഹത്തിന്റെ സന്നിധാനത്തിൽ വെച്ച് മനുഷ്യനെ ഒന്ന് വിവരിച്ചു. താൻ കണ്ട മനുഷ്യൻ, ബലൗതുന്നാസ ഖർനം ബഅദ ഖർനി ഫലം അറ ഗൈറ ഖത്താലിൻ വഖാലി. തലമുറകളായി ഞാൻ മനുഷ്യനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്, പഠിക്കുകയാണ്. എന്താണ് മനുഷ്യനെന്ന്, എന്താണ് അവന്റെ നിലവാരമെന്ന് ഞാനാകെ പരിശോധിച്ചു നോക്കുമ്പോ എന്റെ ചിന്തയിൽ തെളിഞ്ഞു വരുന്നത് ഞാൻ കാണുന്നില്ല ഒരാളെയും. അപരന് പാരമണിയുന്ന വഞ്ചകൻ, മറ്റോനെ കുഴിയിൽ ചാടിക്കുന്ന വഞ്ചകൻ, അത് കിട്ടിയില്ലെങ്കിലോ തനിക്ക് നാശം വരുത്തിയാലോ കോപിക്കുന്നവൻ, അസൂയ വെക്കുന്നവൻ, ദേഷ്യപ്പെടുന്നവൻ, ഇതല്ലാതെ ഞാനൊന്നും കാണുന്നില്ല. വലം അറഫിൽ ഹുതൂബി അശദ്ദ വഖഅ വഅംദാ മിൻ മുആദാതിർ റിജാലി. കാണുന്ന ഗുരുതരമായ വലിയ വലിയ പ്രശ്നങ്ങൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും കുഴക്കുന്ന പ്രശ്നം, ഏറ്റവും അധികം സ്വാധീനമുള്ള പ്രശ്നം വെട്ടല്ല, കുത്തല്ല, വാളിന്റെ വെട്ടല്ല, കുന്തത്തിന്റെ കുത്തല്ല, ആയുധങ്ങളുടെ വെട്ടികളല്ല. തനിക്കാൻ പോർന്ന മനുഷ്യന്മാർ തമ്മിലും മത്സരിക്കുന്നതും അവർക്ക് തമ്മിലുള്ള ശാസ്ത്രവും അവർക്കുള്ള ശാസ്ത്രവും ശത്രുതയും, ഇതിന്റെ അപ്പുറം വലിയ ഏതൊരു അപകടമില്ല. മനുഷ്യന്റെ ശത്രുതയാണ് വലിയ അപകടം.
അരോചകമായ പലതിന്റെയും കയ്പുകൾ ഞാൻ രുചിച്ചു നോക്കി. പക്ഷേ യാചിക്കുക എന്നതിലപ്പുറം കയ്പുള്ളതായി ഞാനൊന്നും കാണുന്നില്ല. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. യാചിക്കുക എന്നതാണ് ഏറ്റവും വലിയ കയ്പ്. മനുഷ്യനോട് ചോദിക്കാൻ ചെല്ല, ഇതാർക്കും പറ്റൂല, ഒരു കുട്ടിക്കും വേണ്ട യാചിക്കുന്നത്. ചോദിക്കാൻ എന്നതാണ്, അത് കടായാലും വേണ്ടിയില്ല, ചോദിക്കാൻ എന്നതാണ് എന്ന് കണ്ടാ വേണ്ട. ഈ ചോദിക്കുക എന്നതിനപ്പുറമുള്ള മോശപ്പെട്ട ഒരു കയ്പില്ല എന്ന് പറഞ്ഞപ്പോ മനുഷ്യന്റെ മൊത്തം വിവരണ ഇതിൽ കണ്ടു. മറ്റവനെ പാര പണിയുന്നവൻ, തനിക്കുള്ളത് നഷ്ടപ്പെടുന്നു കണ്ടാ ദേഷ്യം പിടിക്കുന്നവൻ, തിട്ടാതെ വന്നാലോ മത്സരിച്ചാലോ ഭയങ്കര ശത്രുത പുലർത്തുന്നവൻ, യാചിക്കാനോ ചോദിക്കാനോ ചെന്നാൽ ഏറ്റവും അരോചകമായി ഏറ്റവും രുചിയില്ലാത്ത കയ്പായി അനുഭവപ്പെടുന്നവൻ. മഹാനായ മുആവിയ 1,00,000 ദിർഹം മഹാനർക്ക് സമ്മാനമായി നൽകി. 1,00,000 ദിർഹം. മഹാനായ അബൂ നുവാസ് ഇദം തഹനത് ദുനിയാ ലബീബുൻ തകശഫത് ലഹു അന്നദു ബിൻ ഫീ സിയാബി സദീഖി. ഒരു ബുദ്ധിമാന് ഈ ദുനിയാവിനെ മൊത്തം പരിശോധിച്ചാൽ അവന്റെ നിരീക്ഷണത്തിൽ പരീക്ഷണത്തിൽ തെളിഞ്ഞു വരിക നല്ല ഒരു സുഹൃത്തിന്റെ വേഷമണിഞ്ഞ ശത്രു. ആരും ഏത് സുഹൃത്തും ശത്രുവാൻ. സുഹൃത്തിന്റെ വേഷത്തിലാണ്, വസ്ത്രത്തിലാണ്, പക്ഷെ ഉള്ളിൽ ശത്രുതയാണ്. ഓന്റെ മേത്ത് കിടക്കുമ്പോ അറിയാ ഇവന് നഷ്ടം വരുമെന്ന് കണ്ടാലറിയാം അവന്റെ ദേഷ്യം. ഇതാണ് ദുന്യാവ്. ഇങ്ങനെ ദുന്യാവ് പോലും ദുന്യാവിനെ വർണ്ണിക്കൂലാന്നാ സാഹിത്യം തിരിയുന്നവര് പറയുന്നത്. ആ ദുന്യാവാണ് നമ്മുടെ ദുന്യാവെങ്കിൽ ഈ ദുന്യാവിന്റെ ഈ നശ്വരതയും ഇതിന്റെ വഞ്ചനത്വവും വെച്ചിട്ടാ എന്ന് പറയുന്നത്. ഫമാ മതാഉൽ ഹയാത്തിദ് ദുന്യാ ഇല്ലാ മതാഉൽ ഗുറൂർ. മനുഷ്യനെ പറ്റിക്കുന്ന ചരക്കല്ലാതെ ഒന്നും ദുന്യാവിലില്ല. മനുഷ്യനെ പറ്റിക്കുന്ന ചരക്കല്ലാതെ ഒന്നുമില്ല. ഈ ചരക്കിന് മനുഷ്യനും പെട്ടു. അല്ലാഹു റസൂൽ നമ്മളോ ഖൈറു മതാഇദ് ദുനിയാ അൽ മർഅത്തു സ്വാലിഹ. ദുനിയാവിലെ ചരക്കുകളിൽ ഏറ്റവും മുന്തിയ ചരക്ക് നല്ല സജ്ജനങ്ങളിൽപ്പെട്ട ഭാര്യ, പെണ്ണ്. പതിവൃത്തയായ നല്ല പെണ്ണ് കിട്ടിയ അതിലും മുന്തിയ ചരക്ക് ദുനിയാവിലില്ല. അപ്പൊ മനുഷ്യനും ചരക്കാണല്ലോ. ഈ ദുനിയാവിലെ ചരക്കിനെ അള്ളാഹു വിവരിച്ചത് മുഴുവൻ വഞ്ചനയുടെ ചരക്ക്, ചതിപ്പെടുത്തുന്ന ചരക്ക്. ഒരു സാധനം അതിന്റെ പുറംപൂച്ചുകൊണ്ട് ഇങ്ങനെ കണ്ടിട്ട് നമ്മളെ ആകർഷിക്കുക, ഉള്ളിൽ ചെന്ന് നോക്കിയാൽ മോശം. ഇതിനാണ് വററ്. ഇത് നല്ലോണം നടത്തുന്ന ഓരോ പിശാചിനെ ഖുർആൻ വിവരിച്ചിരിക്കുന്നതാ ഓരോ. ഇതാ ദുന്യാവിനും പറയുന്നത് വഞ്ചനയുടെ ചരക്ക്. ഈ വഞ്ചനയുടെ ചരക്ക് മനസ്സിലാക്കിയ ബുദ്ധിജീവികൾ ദുന്യാവ് വേണ്ടെന്ന് വെച്ചു. ഇന്നലില്ലാഹി ഇബാദൻ ഫുതന ത്വല്ലഖു ദുനിയ വഖാഫുൽ ഫിതന നദറു ഫീഹാ ഫലമ്മാ അലിമു അന്നഹാ ലൈസത് ലിഹയ്യിൻ വതന ജഅലൂഹാ ലുജ്ജതൻ വത്തഖദു സ്വാലിഹൽ അഅമാലി ഫീഹാ സുഫുനാ. ബുദ്ധിജീവികളായ മനുഷ്യന്മാർ, യഥാർത്ഥത്തിലുള്ള ബുദ്ധിയുള്ള മനുഷ്യന്മാർ ദുന്യാവിനെ ത്വലാഖ് ചൊല്ലി വേണ്ടെന്ന് വെച്ചു. 3 ത്വലാഖും ചൊല്ലിപ്പിച്ചു ദുന്യാവ്. നമുക്ക് ദുന്യാവ് എന്ന പേരിൽ ആകർഷകമായ ദുന്യാവിന്റെ ഒരു സുഖ സൗകര്യവും വേണ്ടെന്ന് വെച്ചു. ഒരു സുഖ സൗകര്യവും വേണ്ട. ഇങ്ങനെ വേണ്ടെന്ന് വെച്ചിട്ട് ദുന്യാവ് ശാശ്വതമായി ജീവിക്കാൻ പറ്റുന്നതല്ലല്ലോ. എത്ര സുഖത്തിൽ ജീവിച്ചാലും ആ സുഖത്തിനൊരതിരില്ലേ? കുറച്ച് വേളയിലല്ലേ എന്തും നിൽക്കൂ. നോക്കിങ്ങളെ നമ്മളെ ഘട്ടം തന്നെ ബാല്യം എന്നും നിന്നെങ്കിൽ കൊതിച്ചിട്ട് കാര്യമുണ്ടോ? കുറച്ച് കഴിയുമ്പോ അങ്ങനെ കാണാൻ പോവാണ്. നല്ല സ്വരമുള്ള പാട്ട് പാടുന്ന കുട്ടികള് കുറച്ച് കഴിഞ്ഞ് 15 വയസ്സാകുമ്പോ ആ സ്വരം പോകും. പിന്നെ വലിയൊരു പരിക്കാരൻ, പിന്നെ ഓന്റെ പാട്ട് ആർക്കും വേണ്ട. കൊച്ച പോയാ പിന്നെ ആർക്കും വേണ്ട. അപവാദങ്ങൾ ഉണ്ടാവാം, പക്ഷെ മിക്കവാറും അങ്ങനെയല്ലേ. ആരും നോക്കി യൗവനം വന്നു, കുറച്ചു കഴിഞ്ഞാൽ യൗവനം പോയി, കൗമാരം പോയി, പിന്നെ വാർദ്ധക്യത്തിലെത്തിയാൽ പലവിധ രൂപമായി. ഇതുപോലെ തന്നെയാണ് ദുന്യാവിന്റെ മൊത്തം അവസ്ഥ. വളരെ കുറഞ്ഞ കാലത്തെ ക്ഷണികമായ ആകർഷണം. ഈ ആകർഷണം കണ്ടിട്ട് അതിൽ മയങ്ങുന്ന മനുഷ്യൻ ശാശ്വത ഭവനം കളയാമോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഈ ആകർഷണത്തിന്റെ ദുന്യാവിനെയും അതിന്റെ സുഖ സൗകര്യങ്ങളെയും അത് വഴിമുടക്കുകളാണ്, പ്രതിസന്ധികളാണ്, തടസ്സങ്ങളാണെന്ന് മനസ്സിലാക്കി അവർ ത്വലാഖ് ചൊല്ലിപ്പിരിച്ചു. സുഖ സൗകര്യങ്ങൾ വേണ്ടെന്ന് വെച്ചു. ഇതിനർത്ഥം അവർ കാട് കയറി എന്നല്ല.